റിപ്പോർട്ടുമായി താരസംഘടന എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഒന്നും പറഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അനൂപ്, റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയി പൊതുവെ ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അന്ന് ഞങ്ങളൊരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 20-ാം തീയതി 21-ാം തീയതി ഞങ്ങൾക്ക് അതിൻ്റെ ഷോ ആയിരുന്നു. 21-ാം തീയതി ഇന്നലെ രാത്രി ഇന്നലെ വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾ തീർന്നത്. ഇന്നലത്തെ ഒരു ദിവസം മുന്നിൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും പ്രസിഡന്റ് സ്ഥലത്തിൽ അദ്ദേഹം ചെന്നൈയിലാണ്, മറ്റു പലരും പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ള ഒരു സമയമാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പെട്ടെന്ന് വന്ന അതിൻ്റെ പ്രതികരണം. അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല. ഞങ്ങൾക്കുണ്ടായ ഒരു സമയക്കുറവ് ഇതാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഈ കാര്യത്തിലേക്ക് വരാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരു അറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹം. അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷൻസ് വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ സജി ചെറിയാൻ ഒരു 2 വർഷം മുമ്പ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും ഇടവേള ബാബുവാണ് അതിൽ പങ്കെടുക്കാൻ പോയത്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ്. അതിൽ അവർ പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ചോദിച്ചിരുന്നു. ഞങ്ങളുടെ ഭാഗത്തുള്ള നിർദ്ദേശങ്ങളെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോഴും ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നു. പിന്നീടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളൊരു ആവശ്യം വരികയും അത് റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷൻ സമീപിക്കുകയും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. അപ്പോൾ അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അതായത് റിപ്പോർട്ട് പുറത്തു വരുന്നതിനെയും ഞങ്ങളെ എതിർത്തിട്ടില്ല, അതിന് ഹർജിയും പോയിട്ടില്ല. പല സ്ഥലത്തും പല സമയത്തും പല മീഡിയക്കാർ നമ്മളോട് ചോദിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നല്ലോ. ഞങ്ങൾ ബാധിക്കുന്ന കാര്യമല്ല, സർക്കാരിൻ്റെ നിലപാടാണ്. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും എല്ലാം തീരുമാനിക്കേണ്ട സർക്കാരാണ്. ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പങ്കില്ല. പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ അമ്മ എന്ന പേര് ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നുമല്ല. അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല. ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ. സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ്. ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ്, അവരതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ്. ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണമെന്നുള്ളത് മറ്റാരെക്കാളും അമ്മയുടെ ആവശ്യമാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. അല്ലാതെ ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല. പക്ഷെ മാധ്യമങ്ങൾ ഞങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായിരിക്കും തോന്നുന്നു. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാകുന്നത്. പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. അത് കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനു വേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത്, എവിടെ വെച്ചാണ്, ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനോ ഒന്നും അമ്മ തീരുമാനിച്ചിട്ടില്ല. പലപ്പോഴും പല മാധ്യമങ്ങളും ഉയർത്തി കാണിക്കുന്നതെല്ലാം അമ്മ ഇതിനെതിരായിട്ടുള്ളതാണോ, അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല. ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന രീതികൾ എന്താണെന്നൊക്കെ പല രീതികളിൽ പറഞ്ഞിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ സംഘടന എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ്. അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിലെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അമ്മ തികച്ചും അത് സ്വാഗതം ചെയ്യാനും അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും. അത് ആ ആവശ്യം നിറവേറ്റണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത്. ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഈ സംഘടനയിൽ മുഴുവൻ ഈ ഇൻഡസ്ട്രിയിൽ, മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെയാണ്, വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത്, അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർപ്പ്.
മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പോലീസ് അന്വേഷിക്കാറുണ്ട്, കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിൽ അടച്ചാക്ഷേപിക്കുന്ന ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല. നമുക്കറിയാലോ ഏതെല്ലാം മേഖലകളിലാണ് ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാരൻ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ അവർ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കാന്നല്ലാതെ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന പ്രവണത നല്ലതല്ല. അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരും വളരെ വിഷമത്തോടെ തന്നെയാണ് ഞങ്ങൾ ഒരു ചോദ്യം. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പ്രതിപാദിച്ചതായിട്ട് കേട്ടു. അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത്. ഞാൻ 40ഓളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ടൊരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്ത് എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അത് എനിക്ക് തോന്നുന്നു 10 വർഷത്തിന് മുമ്പാണ്, എല്ലാ സംഘടനയിൽ നിന്നും 2 അംഗങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല സംഘടനകളിലുള്ള പല ആളുകൾ പല പ്രശ്നങ്ങൾ നേരിടുന്നു. അപ്പോൾ എല്ലാ സംഘടനയിലും പെട്ട 2 പേരുള്ള ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം കോമൺ ആയിട്ട് കേൾക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഈ കമ്മിറ്റിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു ഹൈ പവർ കമ്മിറ്റി മുമ്പ് രൂപീകരിച്ചു. അതും പക്ഷേ ഓരോ കാലഘട്ടങ്ങളിൽ മാറി വരുന്ന സംഘടനകളുടെ ഭാരവാഹികൾ ചേർന്നിട്ടുള്ള കമ്മിറ്റിയാണ്. പക്ഷെ പിന്നീട് ആ ഹൈ പവർ കമ്മിറ്റി നിലവിൽ വന്നില്ല, അതിപ്പോൾ ഇല്ല, നിലവിലില്ല. അപ്പോൾ അതിനെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കേണ്ടതെന്ന് ഒരു ഗ്രൂപ്പിരുന്ന് തീരുമാനിച്ചിട്ട് എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു? ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾ ഇന്ന ആളുകളുടെ സിനിമകളാണ് ഇപ്പോൾ കാണുന്നത്. ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ എപ്പോഴും ഒരു താരത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ സംവിധായകൻ്റെ പുറകെ എപ്പോഴും നിർമ്മാതാക്കളും ജനങ്ങൾ അവരുടെ സിനിമ കാണാൻ താല്പര്യപ്പെടും. അപ്പോൾ അവരെ വെച്ചൊക്കെ കൂടുതൽ സിനിമകളുണ്ടാകും. അത് ഒരാൾക്കും തരാൻ സാധിക്കില്ല, ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി നിന്നു. അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു സ്ഥലത്ത് നിന്ന് പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനൊരു മാഫിയാണെന്നൊക്കെ പറഞ്ഞാൽ മാഫിയയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ? മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് പുറകിൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. പല സ്ഥലത്തു നിന്നും പല മേഖലകളിലും ചോദിക്കാറുണ്ട്, ഇവിടെ ഒരു ഗുണ്ടാ സംഘമുണ്ടല്ലേ, അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു? ഇത് ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ്, അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല. അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിൻ്റെ പുറകെയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്. ആ സക്സസ് ആർക്കാണ് ഉണ്ടാവുന്നത്, ആ സക്സസിൻ്റെ പുറകെ ബാക്കി സിനിമാക്കാർക്ക് വേണ്ടിയാണ്. അല്ലാതെ ഒരു പവർ ഗ്രൂപ്പിന് ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കും. പരിപാടിയാണ് ഇതിന് പ്രതികരിക്കാൻ വൈകിയെന്നല്ലേ താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. അന്ന് ഞങ്ങൾ അമ്മയുടെ റിഹേഴ്സൽ നടന്നതിന് മുന്നിൽ നിന്ന് ഞങ്ങളാണ് പ്രതികരണം ആരാഞ്ഞത്. അന്ന് സത്യത്തിൽ ഒഴിഞ്ഞുമാറായിരുന്നു. ഞങ്ങൾ നിർബന്ധപൂർവ്വം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അകത്ത് കയറി ആലോചിച്ചിട്ട് പുറത്ത് വന്ന് നിങ്ങൾ 3-4 പേര് പറഞ്ഞത് പ്രതികരിച്ചത്. അന്ന് പക്ഷെ പറഞ്ഞപ്പോൾ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ബാബുരാജ് പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന്. അതൊട്ടും ഒരു ഉത്തരവാദിത്തമില്ലാത്ത മറുപടിയില്ലേ അന്ന് നടത്തിയത്. ഇപ്പോൾ പറഞ്ഞു അമ്മയുടെ പരിപാടി കൊണ്ടാണ് 2 ദിവസം വൈകിയത്. 2 ദിവസം കഴിഞ്ഞ് ഈ പരിപാടി മൂലം 2 ദിവസം സാവകാശം എടുത്ത് പഠിച്ച് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നല്ല എന്ന് പറഞ്ഞത്. അത് ഞങ്ങൾ ഒരാഴ്ച കഴിയട്ടെ, ഒരാഴ്ചക്കകം നമുക്ക് നോക്കട്ടെ എന്നുള്ള രീതിയിൽ അലസമായ മറുപടിയാണെന്ന് പറഞ്ഞത്. മാം, അത് ഞങ്ങളൊരു വേറൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. ഒരുപാട് ആളുകളെ സംഘടിപ്പിക്കുക, ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുക, ഞങ്ങളൊരു കമ്മിറ്റ്മെൻറ്റാണ്. അതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്ത് വന്നു, ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കിയില്ല. വാർത്തയിൽ റിപ്പോർട്ട് പുറത്ത് വരുന്നു എന്ന് പറയുന്നു. അതിനൊരു സാവകാശം ചോദിച്ചാൽ എന്താണ് തെറ്റ്? അതല്ലെങ്കിൽ 2 വർഷം മുന്നേ മന്ത്രി വിളിച്ച് ചർച്ച നടത്തിയതല്ലേ, അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇല്ല, റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല. അവരിൽ നിന്ന് ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിനുള്ള സൗകര്യങ്ങളില്ലാന്നോ, അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അത് വലിയ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ കാലഘട്ടം മാറി. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാവർക്കും പ്രൈമറി നീഡ്സ് എല്ലാം എല്ലാ സെറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ തുടങ്ങിയതും ഇങ്ങനൊരു കമ്മിറ്റി വന്നതും ഇതൊക്കെ ഗുണപ്രദമായിട്ടേ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അതിന് ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞാൽ ന്യായീകരിക്കുക. ഞാൻ ഒരിക്കലും അങ്ങനെ ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാനൊരു സംഘടനയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എനിക്കൊരു സമയം ആവശ്യപ്പെടാനുള്ള ഒരവകാശം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ റിപ്പോർട്ട് എന്താണെന്ന് ഒന്ന് പഠിച്ചോട്ടെ. ശ്രീ ബാബുരാജ് അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിരുന്നു, ഒരാഴ്ച കഴിയിട്ട് ഞങ്ങൾ പ്രതികരിക്കാമെന്ന് പറഞ്ഞു.
അത് ക്ഷമിക്കുക. ഈ അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അങ്ങ് പറഞ്ഞതിന് ജനറലൈസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. കാര്യങ്ങൾ ജനറലൈസ് ചെയ്താണ് അവതരിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. ഹേമ കമ്മിറ്റിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ പിഴവ് പറ്റിയെന്ന അഭിപ്രായം അമ്മയ്ക്കുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണ് ആ റിപ്പോർട്ടിനോട് പരിപൂർണമായി ഞങ്ങൾ യോജിക്കുന്നു, അവരുടെ റെക്കമെൻഡേഷൻസിന് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതിനോട് അത് ആ റിപ്പോർട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നല്ല പറഞ്ഞത്, അതിൽ അങ്ങനെ ഒരു വാചകം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ആ റിപ്പോർട്ട് നേരത്തെ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ട്, അവർ ഫംഗ്ഷൻ ഈസ് ഓൺലി ടു സ്റ്റഡി ദ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു വിമൻ ഇൻ സിനിമ ആൻഡ് റിപ്പോർട്ട്, നോട്ട് നെയിം ഓർ ഷെയിം എനിബഡി ഓർ എക്സ്പോസ് ദ ഗിൽറ്റി. അതല്ല അവരുടെ ലക്ഷ്യം. അവരങ്ങനെ ഒന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല, അമ്മയിൽ അംഗങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒന്നും പറയാത്ത റിപ്പോർട്ടിനെ ഞങ്ങൾ എന്തിന് കുറ്റപ്പെടുത്തി പറയണം? ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പരിപൂർണമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു. പറയാനുള്ള ധൈര്യം അമ്മയ്ക്കുണ്ട്. ഇതൊരു പോലീസ് അന്വേഷണം നടക്കട്ടെ എന്ന് ആവശ്യപ്പെടാനുള്ള ഒരു ധൈര്യം അമ്മയ്ക്ക്. എന്തിനാ ധൈര്യം? അത് നടക്കേണ്ടതല്ലേ? അത് ഭയപ്പെടുന്നുണ്ടെങ്കിലില്ല, അതിന് ധൈര്യത്തിന്റെ ആവശ്യമില്ല. ഒരിക്കലും ധൈര്യം, കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം, ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ നിഗമനം സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്ത് അല്ല വേണ്ടത്. ആരാണ് കുറ്റവാളികൾ പുറത്തു മുറിയിൽ തട്ടി വിളിക്കുക, അവരോട് ലൈംഗിക നിക്ഷേപം നടത്തുക, അവരെ അതിനുവേണ്ടി ക്ഷണിക്കുക, അത്തരമൊരു സാഹചര്യം സിനിമയിലുണ്ടോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശത്തിന് അപ്പുറത്തേക്ക് എപ്പോഴെങ്കിലും അമ്മയ്ക്ക് ഈ സംഘടനയ്ക്ക് അത്തരം പരാതികൾ ലഭിച്ചിട്ടുണ്ടോ? അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അമ്മയ്ക്ക് വ്യക്തമായിട്ട് അങ്ങനെ ഒരു കുട്ടി 2006 നടന്ന സംഭവത്തെ പറ്റി 2018 പരാതിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2018 ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനൊരു എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു. ഞാൻ ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അത് അന്വേഷിച്ച് മറുപടി കൊടുക്കുന്നതാണ്. ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത്. 2006 നടന്ന സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ പരാതി തന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ പരാതി ഇഗ്നോർ ചെയ്യുന്നത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പരാതി ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കാൻ നടപടിയെടുക്കാൻ വേണ്ട പരിപാടി നമ്മൾ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള പല പരാതികൾക്കും പോലീസിനെ സമീപിക്കേണ്ട കാര്യങ്ങൾക്ക് ഞാൻ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി നിങ്ങളുടെ സംരക്ഷണമാണല്ലോ ഒരു സംഘടനയുടെ പ്രഥമ ബാധ്യത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ചെയ്യേണ്ടത് ഒരു തൊഴിലുടമയാണ്. ഒരു തൊഴിലുടമയാണ്, അതായത് പ്രൊഡ്യൂസറാണ് ഒരു ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി വെക്കേണ്ടത്. അത് അമ്മയ്ക്ക് അതിനകത്തൊരു നിർദ്ദേശം വെക്കാനോ അതിൽ ബലം പ്രയോഗിക്കാനോ അതിൽ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുമെന്ന് പറയാനോ ഒരു സ്വാതന്ത്ര്യമില്ല. അത് ഒരു തൊഴിലുടമ ചെയ്യേണ്ടതാണ്. അവിടെ ഉണ്ടാകുന്ന ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന കംപ്ലയിൻറ്റുകൾ ആ തൊഴിലുടമ പല ഷൂട്ടിംഗ് സെറ്റിലും ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ഇറ്റ്സെൽഫ് ആൻഡ് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി. അമ്മ ഒരു കംപ്ലയിൻറ്റ് കിട്ടേണ്ട ഒരു കമ്മിറ്റിയാണ്. ഞങ്ങൾ പല രീതിയിലുള്ള കംപ്ലയിൻറ്റുകൾ, ഇപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലൈംഗിക അതിക്രമം അല്ല പ്രധാനമായിട്ടും ഈ സിനിമാ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ പ്രതിഫലം പ്രോപ്പറായിട്ട് കിട്ടാറില്ല. അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ ഒരുപാട് അമ്മ പരിഹരിക്കാറുണ്ട്. അത് ഞങ്ങളെയാണ് സമീപിക്കുന്നത്. അമ്മയ്ക്കുള്ളിൽ പറഞ്ഞോട്ടെ, അമ്മയ്ക്കുള്ളിൽ IC ഇപ്പോൾ ICC അമ്മയ്ക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ വരുമ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ടാണ് പരിഹരിക്കുന്നത്. പിന്നെ ഈ അമ്മയിൽ ആകെയുള്ള ഈ 17 മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ വേറൊരു കംപ്ലയിൻറ്റ് കമ്പനി വെക്കേണ്ട കാര്യമുള്ളൂ. ഞങ്ങൾക്ക് ഇതേവരെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന ന്യൂസിൽ പറഞ്ഞത് ഞങ്ങൾ അതിനുമായിട്ട് അത് സംസാരിക്കുന്നു, അമ്മയിൽ ഭിന്നത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഭിന്നതയും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ തമ്മിലുണ്ട്. നിങ്ങൾക്ക് ഏത് അംഗങ്ങളെ, ഞാൻ എല്ലാ അംഗങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം, ഏത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വിളിച്ച് ചോദിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു ഭിന്നത ഉണ്ടായിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷേ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രധാനമായിട്ട് ഈ കോടതി പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. സിദ്ദിഖ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, സിനിമ മേഖലയിലുള്ള എല്ലാവരും അടച്ച് ആക്ഷേപിക്കുന്നതിലേക്കാണ് വാർത്ത വരുന്നതെന്ന് പറയുന്നത്. ഇപ്പം ഇരയും വേട്ടക്കാരും ഈ മൊഴി കൊടുത്തവരുമുണ്ട്, എതിർ അഭിപ്രായമുള്ളവരുമുണ്ട്. ഈ വേട്ടക്കാരുടെ പേര് പുറത്തു വിടണമെന്ന് അമ്മയ്ക്ക് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? കോടതിയെ സമീപിക്കാമല്ലോ. അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും മാറ്റി നിർത്താമല്ലോ. ഇപ്പൊ സിദ്ദിഖൊക്കെ ഭയം, ഇവരെ ഭയം എന്നല്ല പറഞ്ഞത്, നമ്മളുണ്ടോ എന്നുള്ള ഭയപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ. ഈ വേട്ടക്കാരുടെ പേര് പുറത്തു വിടാൻ വേണ്ടി അമ്മയ്ക്ക് നേരിട്ട് പോകാമല്ലേ? സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിച്ചിട്ട്. അത് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഇമ്മീഡിയറ്റ് കൂടുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിലാണ് മൂവ് ചെയ്യേണ്ടത്. കോടതിയിൽ മൂവ് ചെയ്യണം, നിയമപരമായ സഹായങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ ചെയ്യണം. തീർച്ചയായിട്ടും അത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആലോചിച്ചതിന് ശേഷം അതിന് തീരുമാനം. സംഘടനയുടെ പിന്തുണ ഉണ്ടാവില്ല. സംഘടന പിന്തുണ ഒരിക്കലും ഉണ്ടാവില്ല. സംഘടന അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടാവില്ല. വേറെ ആരുമല്ല.
സിനിമയിൽ അഭിനയിച്ച നടിമാർ നേരിട്ട് പരാതി പറഞ്ഞു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. എന്നിട്ട് പോലും ഇത്ര അലസമായിട്ട് എങ്ങനെ മറുപടി പറയാൻ പറ്റുന്നത്? അലസമായിട്ട് ഞാൻ എന്ത് മറുപടി നടിമാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അംഗങ്ങളാണ്. ഞങ്ങളുടെ അംഗങ്ങൾ പറഞ്ഞ പരാതിക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെയും അതിൽ ആ പരാതിയുടെ പരിഹാരം കാണാൻ വേണ്ടി പോകും. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട്. അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നാണ് പറഞ്ഞത്. പലരും വോളണ്ടറി ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റിക്ക് മുമ്പാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടില്ല. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ എന്നൊരു തുടങ്ങി ഒരു 2-3 പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരോട് ഓരോ കാര്യങ്ങൾ, അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോട് ചോദിക്കുമ്പോൾ ഇവരെ ആരും കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല. പിന്നീട് കമ്മിറ്റിയിൽ നിന്ന് തന്നെ പറഞ്ഞു, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന് ഒരു അംഗം പറഞ്ഞപ്പോൾ അത് കമ്മിറ്റി ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ പരാതി പറഞ്ഞതിൻ്റെ പേരിലൊന്നും ആരെയും അവോയ്ഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കില്ല. സിനിമ മുഴുവൻ മോശക്കാരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാവരും മോശക്കാരല്ല, എല്ലാവരും ഉദ്ദേശിച്ചല്ല റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് വ്യക്തമാക്കാമോ? റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തകളിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല. സിനിമകളിൽ മുഴുവൻ നടക്കുന്ന ഇങ്ങനെ അസന്മാർഗിക കാര്യങ്ങളാണെന്നുള്ള ഒരു വാർത്ത പരക്കുന്നതിനോടാണ് ഞാൻ എതിർപ്പ്. ഈ റിപ്പോർട്ടിൽ തന്നെ 96ാമത്തെ നിർദ്ദേശമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സിനിമയിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ആളുകൾ നടിമാരെ ലൈംഗികമായി ഉപദ്രവിച്ചു. അതൊരു ഞെട്ടിക്കുന്ന വസ്തുതയായിട്ട് തന്നെയാണ് കമ്മിറ്റിക്ക് കണ്ടെത്താൻ സാധിച്ചത്. അത് നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത്തരക്കാരുകൂടി ഈ ഇത്രയും സിനിമയിൽ വർഷങ്ങളായിട്ട് ആളുകൾക്ക് അറിയാവുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ ഈ തുടക്കക്കാരെ അല്ലെങ്കിൽ ഈ ആളുകളെ ഈ നടികളെ ഉപദ്രവിക്കുമ്പോൾ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഈ സെറ്റിൽ ഉണ്ടാകും? നേരത്തെ താങ്കൾ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങൾ ഈ സെറ്റുകളിൽ ഉണ്ടാകുന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെയുള്ള വ്യക്തികളാണെന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ സാധിക്കും. അവരെ പുറത്തു കൊണ്ടുവരണം, കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം, അത് പുറത്തു വരട്ടെ. പക്ഷേ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. വേണ്ട, അവർ ഹേമ കമ്മിറ്റി ശിക്ഷിക്കേണ്ട. അത് ആരാണെന്ന് പുറത്ത് കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് അവരെ ശിക്ഷിച്ചോളൂ. സിദ്ദിഖ 40 വർഷമായിട്ട് സിനിമയിലുള്ള ഒരാളാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പം സ്വാഗതാർഹം എന്നതിനപ്പുറം ഒരു ഞെട്ടൽ ഉണ്ടാക്കിയോ? ഈ റിപ്പോർട്ട് വായിച്ചിട്ട് എന്താണ് ഞെട്ടലുണ്ടാക്കി? നമ്മൾ അറിയില്ലാത്ത പല സംഭവങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കും അറിയാം, ഞാനൊരു മെയിൻ സ്ട്രീം സിനിമകളിലാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അത് വളരെ ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തോ കൊണ്ടുപോയി ചെറിയൊരു പടത്തിൻ്റെ ഷൂട്ടിങ് ഞാൻ അങ്ങനെ ആദ്യം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. ഇല്ല എന്ന് തന്നെ പറയാം. പലരും പറയുന്നത് അത്തരം ഒരു റിമോട്ട് സ്ഥലത്ത് നടക്കുന്ന സിനിമകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല. ഒരു മെയിൻ സ്ട്രീം സിനിമകളിൽ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് അപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകളെ സിനിമാ സെറ്റിൽ നിന്ന് പുറത്താക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത്. ഇങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാത്തൊരു കുട്ടിയോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവുമെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് നേരിടുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതാവണം, അങ്ങനെയല്ലേ വേണ്ടത്. അത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഒരു കാര്യം ഡീൽ ചെയ്തതാണ് നമ്മളോട് പറഞ്ഞത്. തികച്ചും സ്വാഗതാർഹമാണ്. ഞാൻ ആ കുട്ടിയെ പേഴ്സണലായിട്ട് അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ആ ദുരനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു സോണിയ പറയുന്നു. ഇന്ന് മാത്രം ഷമ്മി പറയുന്നു, സഹോദരിക്കുണ്ടായ ദുരനുഭവത്തിൽ സംഘടനയ്ക്ക് കത്ത് നൽകിയിരുന്നു, പരാതി നൽകിയിരുന്നു എന്നവർ പറയുന്നു. രണ്ടു കൂട്ടരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതേപോലെ കോഡ് നമ്പർ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതിനകത്തുണ്ടെങ്കിൽ ഞാൻ ആ വാക്ക് തിരിച്ചെടുക്കാം. എനിക്ക് ആ കുട്ടിയോട് 2 കാര്യങ്ങൾ, അതായത് കാസ്റ്റിംഗ് കൗച്ച് ചോദിക്കുന്നത് കൃത്യമായി 10-15 അംഗങ്ങളുള്ള ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു, ഇതിന്റെ തലപ്പത്തിരിക്കുന്നതിൽ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉണ്ട് എന്ന രൂക്ഷമായ പ്രതികരണം സംവിധായകൻ വിനയിൽ നിന്നുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം തന്നെ അംഗങ്ങളാകേണ്ടത്. താങ്കളുടെ പ്രതികരണം എന്താണ്? ഈ 15-10 അംഗങ്ങളുള്ള പവർ ഗ്രൂപ്പിനെ പറ്റി താങ്കൾക്ക് അറിയില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല. നേരത്തെ കോമ്പറ്റീഷൻ കമ്മീഷനിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ പ്രമുഖ താരങ്ങളുടെ പേരടക്കം എടുത്തു പറയുന്ന ചില പരാമർശങ്ങളുണ്ട്. അവർ തന്നെ ആയിരിക്കുമോ ഈ ഹേമ കമ്മിറ്റിയും ഉദ്ദേശിച്ചത്? എന്തായിരിക്കും അതിനകത്തുള്ള പരാമർശം? സിദ്ദിഖ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി പ്രവർത്തിച്ചത് WCC ആണ്. WCCക്ക് ഇപ്പം കുറെ ആളുകൾക്ക് സിനിമയിൽ ഒരു അവസരം നിഷേധിച്ചാണ്. അത് തുടക്കം മുതൽ ഇങ്ങോട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
WCC തഴഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസരം നിഷേധിക്കാൻ പറ്റില്ല. ആർക്കും അങ്ങനെ സിനിമയിൽ അവസരം നിഷേധിക്കാൻ പറ്റില്ല. സിനിമ എന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായി വരുന്നവർക്ക് മോഹൻലാലിനെ വെച്ച് അല്ലെങ്കിൽ മമ്മൂട്ടി വെച്ച് സിനിമ ചെയ്യുമ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്ക് നിർദ്ദേശിക്കാമല്ലോ ഇന്നാളെ വേണ്ട ഇന്നാളെ വേണം എന്ന് പറയാൻ പറ്റില്ലേ? അങ്ങനെ ഒരു കഥ ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത്. അവരെ ലഭിക്കാതെ വരുമ്പോഴാണ് ചില പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഒരു സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത്. അല്ലാതെ അവിടെ കുറേ ആളുകൾ ഇരുന്നിട്ട് നമുക്ക് മറ്റേ മതി ഇയാൾ മതി അങ്ങനെ തീരുമാനിക്കില്ല. അങ്ങനെയല്ല സിനിമയുടെ ഒരു കാസ്റ്റിംഗ്. എനിക്ക് അതിനോട് യോജിക്കാൻ സാധിക്കില്ല. അങ്ങനെ പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ കഴിവുള്ള കലാകാരന്മാരും അവർക്ക് കഴിവുള്ള നടിയാണ്. അവർ എത്രയോ നല്ല നല്ല സിനിമകൾ അഭിനയിച്ചതാണ്. എന്തുകൊണ്ടാണ് അത്രയും തുടർച്ചയായി അതെ അത് ഞാൻ എങ്ങനെയാണ് മറുപടി പറയാം. ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് സിനിമ ഉണ്ടാവുക, ആ സിനിമ സംഭവിക്കുന്നത്. ആ സിനിമയുടെ ഭാഗമാകാൻ ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. എന്നെയും കുറെ ആളുകൾ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എന്നെ അങ്ങനെ ആരും ഒഴിവാക്കിയിട്ടില്ല. സിനിമകൾ ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് സിനിമകൾ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റും. അത് ഞങ്ങൾ വിചാരിച്ചാലും ഒഴിവാക്കാനോ ഞങ്ങൾ വിചാരിച്ചാലും ഒഴിവാക്കാം, വേണമെങ്കിൽ അത് മാറി വെക്കാം. അല്ല ഞങ്ങൾ വിചാരിച്ച സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മറ്റ് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും അവസരം തന്നെങ്കിലും ഞങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കും. അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതികരിക്കുന്ന ആളുകളെ ഇപ്പൊ ഈ സർക്കാർ പറഞ്ഞ ഒരു കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചു. അതിനകത്ത് WCC പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് അത് വേട്ടക്കാരും ഉണ്ടാകും, ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല. അത്തരം ഒരു സംഭവം നടക്കുമ്പോൾ അമ്മയുടെ നിലപാട് അതിനകത്ത് ആരൊക്കെ വരികയെന്ന് കൃത്യം പരീക്ഷ ഈ ഇടയ്ക്ക് നിങ്ങൾ കോൺക്ലേവിനെ പറ്റി കേൾക്കുക. എന്താണ് ഈ കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ എന്താണ് കോൺക്ലേവിന്റെ സ്ട്രക്ചർ എന്നോ ആരാണ് സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നറിയാം. അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ആ കോൺക്ലേവ് എന്താണെന്ന് പോലും എനിക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല.